ഒരു ദിവസം കൊണ്ട് സൗദിയിൽ വന്ന് ഉംറ ചെയ്ത് നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ? ഇന്ത്യയിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നും എളുപ്പത്തിൽ വന്ന് ഉംറ ചെയ്ത് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സൗദി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസ കിട്ടിയതിനു ശേഷം ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനി ഉംറയ്ക്ക് എങ്ങനെയാണ് പോവേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായി ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിന്റെ അകത്തെ പള്ളിയിൽ പോയി ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു. ഈ കാണുന്ന 2 പീസ് ക്ലോത്ത് മാത്രമാണ് പുരുഷന്മാർ ധരിക്കേണ്ടത്. ഇഹ്റാമിലുള്ള ആളുകൾക്ക് സാധാരണ ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഹറാമാണ്. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. പിന്നെ ഇഹ്റാമിന്റെ ഡ്രസ്സ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ധരിക്കാം. ഞാൻ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് ധരിച്ചത്. പക്ഷെ നിർബന്ധമായും ഫ്ലൈറ്റിൽ കയറി മീക്കാത്ത് പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ഇനി മീക്കാത്ത് എന്താണെന്ന് പറയാം. ഹജ്ജോ ഉംറയോ ചെയ്യാൻ പോകുന്നവർ നിയത്ത് വെക്കേണ്ട സ്ഥലത്തിനെയാണ് മീക്കാത്ത് എന്ന് പറയുന്നത്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ സൗദിയിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഫ്ലൈറ്റിൽ അനൗൺസ്മെന്റ് വരും, മീക്കാത്ത് പോയിന്റ് എത്താറായി, എല്ലാവരും നിയത്തിന് തയ്യാറാവുക എന്ന്. ആ സമയം നിയത്ത് വെക്കുക. ഈ കാണുന്നതാണ് നിയത്ത്. അങ്ങനെ ഫ്ലൈറ്റ് ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തു നിന്ന് ഒരു ടാക്സി പിടിച്ച് ഞാൻ നേരെ മക്ക ഹറമിലെ എന്റെ റൂമിലേക്ക് പോയി. ടാക്സിക്ക് 150 മുതൽ 200 റിയാലാണ് ചാർജ് വരുന്നത്. അങ്ങനെ റൂമിലെത്തി ഫ്രഷായി വുളു ചെയ്ത് ഞാൻ നേരെ ഹറമിലേക്ക് നടന്ന് വുളു തവാഫ് ചെയ്യുമ്പോൾ നിർബന്ധമാണ്. ഹറമിലെത്തി നേരെ ഞാൻ മത്താഫിലേക്ക് നീങ്ങി. മത്താഫിലെത്തിയാൽ നേരെ ഈ കാണുന്ന ഗ്രീൻ ലൈറ്റിന്റെ അടുത്ത് നിങ്ങൾ എത്തണം. ഇവിടെ നിന്നാണ് തവാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഅബയ്ക്ക് ചുറ്റും 7 തവണ നമ്മൾ തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം. തവാഫ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഈ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സംസം കുടിക്കൽ സുന്നത്താണ്. അതിനുശേഷം നമ്മൾ സഅയ് ചെയ്യാൻ സഫയിലേക്ക് പോകണം. മത്താഫിൽ നിന്ന് 5-10 മിനിറ്റ് നടന്നാൽ ഈ കാണുന്ന സഫയിലെത്താം. സഫയിൽ നിന്നാണ് നമ്മൾ സഅയ് തുടങ്ങേണ്ടത്. സഫയിൽ നിന്ന് മറവയിലേക്ക് നടക്കുന്നതാണ് ഒരു സഅയ്. ഇങ്ങനെ 7 പ്രാവശ്യം നിങ്ങൾ സഅയ് ചെയ്യണം. സഅയ് ചെയ്യുമ്പോൾ ഈ പച്ച ലൈറ്റ് മുകളിൽ കാണുമ്പോൾ ഇവിടെ പുരുഷന്മാർ ചെറിയ രൂപത്തിൽ ഓടുന്നത് സുന്നത്താണ്. അങ്ങനെ 7 വട്ടം സഅയ് കഴിഞ്ഞാൽ അടുത്തത് മുടിയെടുക്കലാണ്. സ്ത്രീക്കും പുരുഷനും തലയിൽ നിന്ന് ചുരുങ്ങിയത് 3 മുടി നീക്കലാണ് നിർബന്ധം. പുരുഷന്മാർ തലമുടി മുഴുവൻ വടിക്കൽ ഉത്തമമാണ്. മുടി മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉംറ പൂർത്തിയായി. ചുരുക്കി പറഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് ഉംറ ചെയ്യാം. ഉംറ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് വിദായിന്റെ തവാഫാണ്. ഇതാണ് വിദായിന്റെ തവാഫും അതിന്റെ രൂപവും. അതിനുശേഷം നമുക്ക് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് പോവാം, പിന്നെ നാട്ടിലേക്കും.